ഈ മത്സരത്തിൽ നിന്ന് ഇനിയിപ്പോൾ എന്താണ് ഇംഗ്ലണ്ട് ഉൾക്കൊണ്ടുള്ളത് എന്ന് നമുക്കറിയില്ല. ഈ ഇംഗ്ലണ്ട് ടീമിനോളം ഓസ്ട്രേലിയൻ പിച്ചുകൾ അറിയാവുന്ന വേറൊരു ടീമും ഇല്ല തന്നെ. എത്രയോ പതിറ്റാണ്ടുകളായിട്ട്, എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അവർ ഇംഗ്ലണ്ട് കളിക്കുന്നുണ്ട് ഓസ്ട്രേലിയയിൽ. എല്ലാ വിൻ്റർ സീസണിലും അല്ലെങ്കിൽ സമ്മർ സീസണിലും വന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനും ഏറ്റവും വേഗത്തിൽ മാറ്റേണ്ടതുണ്ടെന്ന് പറയുന്നത് ഈ ബാസ്ബോൾ ശരിയാണോ എന്നാണ് ഏറ്റവും പ്രസക്തം. എന്തായാലും ഇനിയിപ്പോൾ പോകുന്നത് ഗാബയിലേക്കാണ്. ഗാബയിലെ കണക്കുകൾ എന്ന് പറയുന്നത് ഒട്ടും ആശാവഹമല്ല. കഴിഞ്ഞ തവണ പരമ്പരയ്ക്ക് എത്തിയപ്പോൾ തോറ്റത് 9 വിക്കറ്റിനാണ്. അതിന് മുമ്പ് 2021 അതിന് തൊട്ട് മുമ്പത്തെ ആഷസിൽ വരുമ്പോൾ ആ തോറ്റത് 10 വിക്കറ്റിനാണ്. അതിന് മുമ്പത്തെ തവണ തോറ്റിട്ടുള്ളത് ഇന്നിങ്സിനാണ്. 14 ജയത്തിനും. 2010 ഏറ്റവും കൂടുതൽ ഒരു സമനില പോലും നേടിയെങ്കിലും ഗാബയിൽ ഇംഗ്ലണ്ട് മാനം കാത്തിട്ടുള്ളത്. ഇനി പോട്ടെ, അതിനടുത്ത ടെസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് അഡലീഡിലാണ്. കഴിഞ്ഞ തവണ അവിടെ തോറ്റത് 275 റൺസിനാണ്. പിന്നെ വരുന്നത് മെൽബണിലെ ടെസ്റ്റാണ്. കഴിഞ്ഞ തവണ തോറ്റത് ഇന്നിങ്സിനാണ്. സിഡ്നിയിലായിരുന്നു കഴിഞ്ഞ തവണ പരമ്പരയിൽ ഒരു സമനില എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിക്സും വെച്ചിട്ട്, ഇത്രയും മികച്ചൊരു ടീമും വെച്ചിട്ട്, മറുഭാഗത്ത് കമ്മിൻസ് അല്ലെങ്കിൽ ഹേസൽവുഡോ പോലെയുള്ളവരൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരിച്ചു വരിക കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്താകും ഇംഗ്ലണ്ടിൻ്റെ സാധ്യത എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ ആഷസ് ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ 2005 ഫ്ലിൻറ്റോഫിൻ്റെ പോരാട്ടം പോലെയുള്ള മികച്ച പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ട് ടീം കിരീടം വീണ്ടെടുത്ത കഥകളുണ്ട്. ഇനി 4 ടെസ്റ്റുകളുണ്ട്. എന്തും വേണമെങ്കിൽ സംഭവിക്കാം. പക്ഷേ സാഹചര്യം ഇതാണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ഇവിടെ തീയുണ്ടെങ്കിൽ അപ്പുറത്ത് തീപ്പൊരി ഉണ്ട് എന്നുള്ളൊരു സാധനം കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായ മറുപടി തന്നെയാണ് ട്രാവിസ് ഹെഡ് ഒരൊറ്റ സെഷൻ കൊണ്ട് തീർത്ത് കൊടുത്തത് എന്നുള്ളതാണ്. അത്ര വലിയ ഇത്രയും വിക്കറ്റുകൾ പോകുന്ന സാഹചര്യത്തിൽ വന്ന് സിമ്പിളായിട്ടല്ല അടിച്ചു നോക്കുന്നത്. ഒരു തരത്തിൽ പോലും ബൗളർമാർക്ക് ഒരു തരത്തിൽ പോലും ബഹുമാനം കൊടുക്കാതെ തന്നെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവം എന്തായാലും മക്കല്ലത്തിൻ്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും. കാരണം അദ്ദേഹം പ്രസൻറ്റേഷൻ സെറമണി തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്.